ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒലേ വൈറ്റനിങ് ക്രീമും അതുപോലെ തന്നെ ലോട്ടസിൻ്റെ വൈറ്റനിങ് ക്രീമും തമ്മിലുള്ള കമ്പാരിസൺ വീഡിയോ ആണ്. ഇത് എൻ്റെ എക്സ്പീരിയൻസിലുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞാനെപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ രണ്ട് വൈറ്റനിങ് ക്രീമും, അതായത് ഓലേ വൈറ്റനിങ് ക്രീമും ലോട്ടസ് വൈറ്റനിങ് ക്രീമും, ഇത് രണ്ടും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ രണ്ടിലും എനിക്കിഷ്ടപ്പെട്ട ക്രീം ഞാൻ ഈ വീഡിയോയിൽ അവസാനം ഞാൻ പറയാം. അത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ, അത് ഏത് ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ഈ രണ്ട് വൈറ്റനിങ് ക്രീമിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോ പറഞ്ഞുതരാം. ആദ്യം തന്നെ ഞാൻ ലോട്ടസിൻ്റെ കാര്യം പറയാം. ലോട്ടസ് ശരിക്കും പറഞ്ഞാൽ 60 ഗ്രാമാണ്, ഒരു ചെറിയ ബോട്ടിലാണ് 60 ഗ്രാമിൻ്റെ. അതിന് 390 രൂപയാണ് എമൗണ്ട് വരുന്നത്. പക്ഷേ ഞാൻ വാങ്ങിച്ചത് ചെറിയൊരു ട്യൂബുണ്ട്, 15 ഗ്രാമിൻ്റെ ട്യൂബുണ്ട്. ആ ട്യൂബ് ഞങ്ങൾക്ക് ഓൺലൈനിലും അതുപോലെ തന്നെ എല്ലാ ലേഡീസ് സ്റ്റോറുകളിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ ചെറിയ ട്യൂബ് മേടിച്ചാൽ മതി. അത് നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പിന്നീട് നിങ്ങൾ വേണമെങ്കിൽ ബോട്ടിലായിട്ട് മേടിച്ചാൽ മതിയാവും. അപ്പോൾ മേടിക്കുമ്പോൾ ആദ്യം സിമ്പിൾ ആയിട്ടുള്ള ജസ്റ്റ് സാമ്പിൾ പാക്ക് മാത്രം മേടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിന് 390 രൂപയാണ് എമൗണ്ട് വരുന്നത്. ഇതിൻ്റെ പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ലോട്ടസ് SPF 25 PA+++ ആണ്. ഞാൻ ഓൾറെഡി ഇതിന് മുമ്പത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരു സൺസ്ക്രീൻ്റെ വീഡിയോ. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് PA+++ എന്തിനാണ് മീൻ ചെയ്യുന്നത്. അത് ഒരു ക്വാളിറ്റിയാണ്. അപ്പോൾ ഇത് ഭയങ്കര ഗുഡ് ക്വാളിറ്റിയാണ്. മാത്രമല്ല SPF 25 ഉണ്ട്. അപ്പോൾ രാവിലെ പുറത്ത് പോകുമ്പോൾ ചെറിയൊരു വെയിലൊക്കെ കൊള്ളുന്നുണ്ടെങ്കിൽ അത്ര വലിയ കുഴപ്പമുണ്ടാവില്ല, സൺസ്ക്രീൻ ഇടേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഞാൻ ഈ ലോട്ടസ് യൂസ് ചെയ്യുന്ന സമയത്ത്, ഈ ക്രീം യൂസ് ചെയ്യുന്ന സമയത്ത് പക്ഷേ ഞാൻ സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവരുടെ തന്നെ മാറ്റ് ലുക്കിൻ്റെ സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ ഒത്തിരി വെയിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അത് നല്ല സൂപ്പർ സൺസ്ക്രീനാണ്. പക്ഷേ ഞാനതിപ്പോൾ നിർത്തി വെച്ചിരിക്കുകയാണ്. കാരണം അതിൽ പാരബൻ ഉള്ളതുകൊണ്ട് ഞാനതിപ്പോൾ കുറച്ച് നാളത്തേക്ക് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഇതിൽ ഓൾറെഡി SPF 25 PA+++ ഉണ്ട്. ഇത് ഡേ ക്രീമാണ്. അപ്പോൾ നിങ്ങൾ ചെറിയ വെയിലൊക്കെ കൊള്ളാമെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സൺസ്ക്രീൻ ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മൾബറി, അതുപോലെ തന്നെ ഗ്രേപ്സ്, ഇതൊക്കെയാണ്. ഫ്രൂട്ട്സിൻ്റെ എക്സ്ട്രാക്റ്റാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും ലൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ ഞങ്ങളുടെ സ്കിന്നിലുണ്ടാവുന്ന ഡാർക്ക് സ്പോട്ട്സ് അതൊക്കെ റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിൻ്റെ ടെക്സ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഓയിലി ടെക്സ്ചറാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡ്രൈ സ്കിന്നും നോർമൽ സ്കിന്നും കുറച്ചുകൂടി സ്യൂട്ട് ആവും തോന്നുന്നു. ഓയിലി സ്കിന്നിന് വലിയ കുഴപ്പമുണ്ടാവില്ല. ഇതുവരെയായിട്ട് ഈ ലോട്ടസ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ആർക്കും പിമ്പിൾ വന്നിട്ട് എൻ്റെ അറിവിലില്ല, എനിക്കും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ മിൽക്കിൻ്റെ എൻസൈംസ് ആണ്. മിൽക്ക് എൻസൈംസ് കൂടുതലും ഹെൽപ്പ് ചെയ്യുന്നത് ഫെയർനെസ്സിനും ലൈറ്റനിങ്ങിനും വേണ്ടിയിട്ടാണ്. അതിന് പുറമെ ഇതിൽ UVAയും UVBയും പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഒരു ഡേ ക്രീമിൽ വേണ്ട, അതായത് സൂര്യപ്രകാശം അടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാൻ പോകുന്ന ടാൻസും പിഗ്മെൻറ്റേഷനൊക്കെ മാറാൻ ഓൾറെഡി ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനും ലൈറ്റൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ലോട്ടസ് വൈറ്റനിങ് ക്രീം ഡേ ക്രീമിൻ്റെ കാര്യം. പിന്നെ ഒലയുടെ ഡേ ക്രീമാണ്. ഒലേ ഡേ ക്രീം 50 ഗ്രാമാണ്. 50 ഗ്രാമിൻ്റെ ആ ബോട്ടിൽ വരുന്നത്. അത് 365 രൂപയാണ്. ഇതുപോലെ തന്നെ സാമ്പിൾ പാക്ക് ഞങ്ങൾക്ക് കിട്ടും. 15 ഗ്രാം 10 ഗ്രാമിൻ്റെയൊക്കെ സാമ്പിൾ പാക്ക് ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ട്രൈ ചെയ്യാം. ഇതിൽ SPF 24 ഉണ്ട്. നേരത്തെ ലോട്ടസിനെ പോലെ തന്നെ ഇതിൽ SPF ഉണ്ട്. ഡേ ക്രീമിൽ ഓൾമോസ്റ്റ് എല്ലാ ഡേ ക്രീമിലും SPF 25 ഉണ്ട്. SPF 25 അത്ര മോശമായിട്ടുള്ളൊരു ഇതല്ല, ഞങ്ങൾക്ക് 2-3 മണിക്കൂർ വരെ നല്ല രീതിയിൽ തന്നെ പ്രൊട്ടക്ഷൻ തരുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിട്ടിട്ട് ഞങ്ങൾക്ക് ധൈര്യമായിട്ട് വെയിലത്ത് പോകാം. എന്ന് വെച്ചാൽ നല്ല വെയിലത്തല്ല, ഒരുവിധപ്പെട്ട വെയിലത്തൊക്കെ ഞങ്ങൾക്ക് പോകണേ വലിയ കുഴപ്പമില്ല. ഒലേ ക്രീം യൂസ് ചെയ്യുന്നത് സ്കിൻ ലൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട് റിമൂവ് ചെയ്യാനും പിന്നെ ഇത് മെയിനായിട്ട് ഞങ്ങളുടെ ശരീരത്തിൽ, അതായത് സ്കിൻ ഉണ്ടാകുന്ന മെലാനിൻ അത് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതിന് പുറമെ ഇത് ആൻറ്റി ഓക്സിഡൻ്റായിട്ട് പ്രൊട്ടക്ഷനും തരുന്നുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒലേ ഡേ ക്രീമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ 3 തരം വിറ്റാമിൻസാണ് ഉള്ളത്. വിറ്റാമിൻ A3, വിറ്റാമിൻ B5, വിറ്റാമിൻ E. ഈ 3 വിറ്റാമിൻസും സ്കിൻ ഗ്ലോ ചെയ്യാനും ഫെയർനെസ് തരാനും ഹെൽപ്പ് ചെയ്യുന്ന 3 വിറ്റാമിൻസാണ് ഒലേ ഡേ ക്രീമിൽ അടങ്ങിയിരിക്കുന്നത്. പിന്നെ ഇത് എല്ലാ ക്രീംസിലും തന്നെ പോലെ തന്നെ ബ്രൈറ്റനും അതുപോലെ തന്നെ ലൈറ്റനിങ് എഫക്റ്റും ഒക്കെ തരുന്നുണ്ട്.
ഇതിൻ്റെ ടെക്സ്ചർ എന്ന് വെച്ചാൽ ഇതും കുറച്ചുകൂടി ഓയിലിയാണ്. ലോട്ടസിനേക്കാളും കുറച്ചുകൂടി ഓയിലിയാണ് ഓല. ഓല യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും, നല്ലൊരു ഓയിലി ടെക്സ്ചറാണ്. അങ്ങ് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങോട്ട് അബ്സോർബ് ആവില്ല, അങ്ങോട്ട് ഓയിലി പോലെ നിൽക്കും. പക്ഷെ അത് അത്ര വലിയ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഇങ്ങനെ പിമ്പിൾസും കാര്യങ്ങളൊന്നും വരുത്തുന്ന ഒരു ഓയിൽ ടൈപ്പ് അല്ല അത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിമ്പിൾസ് കാര്യങ്ങളൊന്നും വരുത്തുമില്ല. മാത്രമല്ല ഈ 2 ക്രീമും ഏറെക്കുറെ ഞങ്ങൾക്ക് വൈറ്റനിങ് എഫക്റ്റ് തരുന്നുണ്ട്. ഒത്തിരിയല്ല, കുറച്ചൊക്കെ ഞങ്ങൾക്ക് വൈറ്റനിങ് എഫക്റ്റ് തരുന്നത്. നിങ്ങൾ രാവിലെ ഈ ഫെയർ ആൻഡ് ലവ്ലിയും പോൺസൊക്കെ ഉപയോഗിക്കണേക്കാളും എത്രയോ ബെറ്ററാണ് ഡേ ക്രീം ആയിട്ടുള്ള ലോട്ടസും ഒലയും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഫെയർ ആൻഡ് ലവ്ലിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിലൊരുപാട് കെമിക്കൽ കണ്ടൻസ് ഉണ്ട്. പക്ഷേ ഈ ലോട്ടസിലും ഒലയിലും അത്ര വലിയ കെമിക്കൽ കണ്ടൻസ് ഒന്നും ഇല്ല. പിന്നെ ഈ 2 ക്രീമിലും എനിക്ക് ഇഷ്ടപ്പെട്ട ക്രീം ഏതാണെന്ന് ചോദിച്ചാൽ എനിക്കിഷ്ടം ലോട്ടസാണ്. കാരണം ലോട്ടസ് ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് സ്കിന്നിന് ഭയങ്കര ഫ്രഷ് ലുക്ക് കിട്ടും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിട്ട് ഞങ്ങൾക്ക് ഒന്ന് പുറത്ത് പോയാലും സ്കിൻ അങ്ങനെ പെട്ടെന്ന് ഡള്ളാവില്ല. അത് പെട്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഞങ്ങൾ ഇപ്പോൾ രാവിലെ ഒരു 8 മണി 9 മണി ടൈമിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ലോട്ടസ് മുഖം നന്നായിട്ട് വാഷ് ചെയ്യുക. ഈ 2 ക്രീം യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേൽക്കുക, മുഖം നന്നായിട്ട് വാഷ് ചെയ്യുക, വാഷ് ചെയ്തതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്യുക, നന്നായിട്ട് സർക്കുലാറിൽ നന്നായിട്ട് മുകളിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൗഡറോ എന്തോ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ വൈകിട്ട് വന്നാലും ആ ഒരു ഫ്രഷ് ലുക്ക് ലോട്ടസ് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. ഓലയെന്ന് വെച്ചാൽ അതൊരു ഓയിലായിട്ട് തന്നെ ഇരിക്കും. അതായത് രാവിലെ അപ്ലൈ ചെയ്താലും വൈകുന്നേരം ആകുമ്പോഴും ഓയിലി പോലെ ഇരിക്കും. പക്ഷേ ലോട്ടസ് അങ്ങനെ ഓയിലി ആയിട്ട് ഇരിക്കില്ല. ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. അപ്പോൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് രണ്ടും നല്ല ക്രീമാണ്. പക്ഷേ ലോട്ടസാണ് കുറച്ചുകൂടി ഒരു പൊടിക്ക് മോളിൽ നിൽക്കുന്നത്. അപ്പോൾ എന്നോട് ഒത്തിരി പേര് കമൻസ് ചോദിക്കാറുണ്ട്, ഈ ബിബ ക്രീം പറ്റാത്ത ആൾക്കാർ, അതുപോലെ ഒരുപാട് ആയുർവേദിക് ക്രീം പറ്റാത്ത ആൾക്കാർ ഡേ ക്രീമിൽ പറ്റിയ ബെസ്റ്റ് ക്രീം ഏതാണെന്ന് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ മിക്കപ്പോഴും സജസ്റ്റ് ചെയ്യാറ് ലോട്ടസാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒലയും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഈ വീഡിയോയുടെ കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഫ്രണ്ട്സ്. അതുവരെ ബൈ ബൈ.